ഹലോ എവ്രി വൺ. നമ്മൾ റെയിൽവേയുടെ കീഴിലുള്ള ഒരുപാട് എക്സാംസിനെ പറ്റി കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു നെഗറ്റീവ് മാർക്കിംഗ് പോലും ഇല്ലാത്ത, അതായത് സീറോ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള സിംഗിൾ സ്റ്റേജ് സെലക്ഷൻ വരുന്ന ഒരു റെയിൽവേ എക്സാമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ ഒരു എക്സാമിനേഷൻ, ഈ എക്സാമിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് സെലക്ഷൻ പ്രൊസീജിയർ, അങ്ങനെ ഈ ഒരു നമ്മൾ അധികം ആരും കേട്ടിട്ടില്ലാത്ത എക്സാമിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റിൻ്റെ പേര് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ കീഴിൽ വരുന്ന HR റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ റൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്താണ്, ഇതിൽ വരുന്ന ജോബ് പ്രൊഫൈൽ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ കീഴിൽ വരുന്ന ഒരു PSU ആണ്, അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. സോ റൈറ്റ്സ് എന്ന് പറയുന്നത് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് HR പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഇതൊരു നവരത്ന സ്റ്റേറ്റസ് വന്നിരിക്കുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. സോ അപ്പോൾ ഇതിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഈ പോസ്റ്റ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്ന ഒരു റെഗുലർ പോസ്റ്റാണ്. സോ ഹ്യൂമൻ റിസോഴ്സസിലാണ്, അതായത് HR ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. സോ ടോട്ടലി 15 പോസ്റ്റുകളാണ് ഇതിൻ്റെ വേക്കൻസിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പല ഡിവിഷൻസ് വരുന്നുണ്ട്. ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേക്കൻസീസ് കൃത്യമായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സോ ടോട്ടൽ 15 പോസ്റ്റുകളാണുള്ളത്. അതിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്നത് 8 പോസ്റ്റുകളാണ്. EWSന്, അതായത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വരുന്നത് 2 പോസ്റ്റുകളാണ്. OBC നോൺ ക്രീമി ലെയറിന് 1 പോസ്റ്റും, SC/STക്ക് 3 പോസ്റ്റും, SCക്ക് 3 പോസ്റ്റും, ഷെഡ്യൂൾ കാസ്റ്റിന് 3 പോസ്റ്റും, ഷെഡ്യൂൾ ട്രൈബ്സിന് ഇവിടെ 1 പോസ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 പോസ്റ്റുകൾ എക്സ് സർവീസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ റിക്രൂട്ട്മെൻറ്റ് വരുമ്പോഴും എക്സ് സർവീസ്മെൻ, അതായത് ഇന്ത്യൻ ആർമിയുടെയോ ഒക്കെ സർവീസസിൽ, മിലിറ്ററി സർവീസസിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അവരുടെ ലെങ്ത് ഓഫ് ഡ്യൂറേഷൻ ഓഫ് സർവീസ് അനുസരിച്ച് അവർക്ക് ഏജിൻ്റെ ബേസിസിൽ റിലാക്സേഷൻ ലഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചില പോസ്റ്റുകൾ എപ്പോഴും റിസർവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാധാരണ എക്സ് സർവീസ്മെൻറ്റിൻ്റെ പോസ്റ്റുകൾ റിസർവ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എത്ര ഏജ് വരെയാണ് നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുക, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഡേറ്റ്സ് ആണ്, അല്ലേ? സോ അപ്പോൾ ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണ്. സോ ഏപ്രിൽ 27-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ആക്റ്റീവായിട്ട് ഉണ്ടാവുള്ളൂ. സോ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 27 ഏപ്രിൽ 2026 ആണ്. സോ ഈ ഒരു ഡേറ്റ് നിങ്ങൾ മിസ് ചെയ്ത് കളയരുത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സായി പോകും. അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഡ്യൂറേഷനിൽ തന്നെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ഈ വീഡിയോ ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് വരുന്ന എല്ലാ ഡൗട്ട്സും ആദ്യം തന്നെ ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാമിൻ്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. സോ ആദ്യം നമ്മൾ ഏജ് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ വിൻഡോയുടെ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്ന ഡേറ്റ് ആണ് 27 ഏപ്രിൽ. സോ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഏജും കണക്കാക്കുന്നത്. സോ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് 27 ഏപ്രിൽ 2026 വെച്ച് ആ തന്നിരിക്കുന്ന ഡേറ്റിനുള്ളിൽ 30 വയസ്സിൽ താഴെ വന്നിരിക്കുന്നവർക്ക് മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ കേട്ടിട്ട് പേടിക്കേണ്ട, ഇത് ജനറൽ കാറ്റഗറിക്ക് മാത്രം വന്നിരിക്കുന്ന ഒരു ഏജ് ലിമിറ്റാണ്. അതേസമയം നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർവേഷനുള്ള കാറ്റഗറി ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ SC/ST നിങ്ങൾക്ക് അവിടെ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇവിടെ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, നിങ്ങൾ OBC നോൺ ക്രീമി ലെയറിലുള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിലാക്സേഷൻ കിട്ടും. ഇനി ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷനും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ചില കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു OBC കാറ്റഗറിയിലുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OBCയുടെ 3 വർഷവും ഈ PWBDയുടെ 10 വർഷം കൂടെ ചേർത്ത് 13 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ കിട്ടും. ഇനി നിങ്ങൾ SC/STയിൽ വരുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക്
10+5 15 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി റൈറ്റ്സിൽ ഓൾറെഡി എംപ്ലോയീസ് ആയിരിക്കുന്നവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ 5 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷനും അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അനുസരിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. സോ അപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾ SC/ST അല്ലെങ്കിൽ OBC അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. സോ ഈ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് അത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി ആണ്. സോ ഇതൊരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഡിഗ്രി ഒരു വാലിഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മിനിമം 50% എങ്കിലും ഡിഗ്രിയിൽ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവണം. സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. സോ കാരണം സാധാരണ മറ്റ് എക്സാംസിലൊന്നും ഇത്ര പെർസെൻറ്റേജ് മാർക്ക് എന്ന് കൃത്യമായിട്ട് പറയാറില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകണം ഡിഗ്രി പാസ്സാകുമ്പോൾ. അത് വീണ്ടും ജനറൽ കാറ്റഗറിക്കും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലുള്ള EWS കാറ്റഗറിക്കും വരുന്നതാണ്. അതേസമയം SC/ST-കാർക്കും OBC-കാർക്കും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അങ്ങനെയുള്ളവർക്കൊക്കെ 45% മതി. ഓക്കെ, അപ്പോൾ പലർക്കും പല ഡൗട്ട് ഉണ്ടാകും, ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പല ഡൗട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ഡിഗ്രി ചെയ്തിരിക്കുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ ഈ മിനിമം മാർക്സും 2 കാറ്റഗറീൻ്റെയും നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അതിൽ നിന്ന് മിനിമം മാർക്സ് നിങ്ങൾ ക്വാളിഫൈ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ഒരു പോസ്റ്റിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. സോ പ്രധാനമായിട്ടും ഇതൊരു ഡെസ്ക് ജോബാണ്. സോ നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സിലെ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ജോലിക്ക് കയറുന്നത്. സോ നിങ്ങൾക്കറിയാം അല്ലേ, ഹ്യൂമൻ റിസോഴ്സിലെ ജോലികൾ എന്തൊക്കെയാണ് വരുന്നത്, അവിടെ കൂടുതലും എംപ്ലോയി മാനേജ്മെൻ്റ് ആണ് വരുന്നത്. സോ അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്ന പോസ്റ്റിലും നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു PSUവിൽ വരുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒക്കെ പ്രോസസ്സുകളെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയിൽ വരുന്ന ഒരു പ്രൊഫൈലായിരിക്കും. ഇനി അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഒക്കെ റെക്കോർഡ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഈ റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം അവിടെ നടക്കുന്ന ഡോക്യുമെൻറ്റേഷനൊക്കെ എല്ലാ ഈ HR-ൻ്റെ റൂൾസിൻ്റെ അണ്ടറിലാണ്. അതായത് കംപ്ലൈൻ്റ് ആയിട്ടാണോ നടക്കുക, കംപ്ലൈൻ്റ് ആയിട്ടാണോ നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും ഒരു ഓർഗനൈസേഷനിൽ. അപ്പോൾ ഈ ഓർഗനൈസേഷനിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ള കോർഡിനേഷൻസ് എൻഷുർ ചെയ്യുക. പിന്നെ മറ്റ് HR-ൻ്റെ പൊതുവേ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ അസിസ്റ്റൻറ്റ് പോസ്റ്റ്. അപ്പോൾ അസിസ്റ്റൻ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു സൂപ്പർവൈസറി പോസ്റ്റ് ആയിരിക്കില്ല. നിങ്ങൾക്ക് സൂപ്പർവൈസേഴ്സ് മുകളിലുണ്ടാവും, നിങ്ങൾ സൂപ്പർവൈസേഴ്സിനായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇതൊരു പ്രോപ്പർ ക്ലറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോലി പോലത്തെ ടൈപ്പ് ഓഫ് ജോലിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്ട്രക്ചേർഡ് നമ്പർ ഓഫ് hours ഉണ്ടാകും. അപ്പോൾ റെയിൽവേയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ, റെയിൽവേയിലെ പല ജോലികളും റെസ്പോൺസിബിലിറ്റി കൂടുന്തോറും ചിലപ്പോൾ ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് ഇത്ര നമ്പർ ഓഫ് hours നിങ്ങൾ ജോലി ചെയ്ത് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ജോലിയായിരിക്കും. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൈൻഡ് ഓഫ് ജോലിയാണ്. നിങ്ങൾ കയറുന്നത് ഒരു അസിസ്റ്റൻ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ജോലിയുടെ നേച്ചർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ജോലിയിൽ പോസ്റ്റിംഗ് കിട്ടാൻ പോകുന്നതെന്നൊക്കെയാണ്. സോ അപ്പോൾ ഇതിൻ്റെ വർക്ക് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കിട്ടും. സോ നിങ്ങൾ ജോലിക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ അസിസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ 1 വർഷത്തേക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ പ്രൊബേഷൻ പീരിയഡിലായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് കൺഫർമേഷൻ വരുന്നത്. സോ ഇത് പൊതുവേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അങ്ങനെ ഒത്തിരി ലോ പെർഫോമൻസ് ഒക്കെ അങ്ങനെ വരുന്ന കേസസിലാണ് അവിടെ റിജക്ഷൻസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏത് ജോലിക്കും നിങ്ങൾ ഓഫീസറായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ അത് ആ ഒരു നോർമൽ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ വലിയ ഡൗട്ടൊന്നും വേണ്ട. നോർമലി അങ്ങനെയാണ് എല്ലാ പ്രോസസ്സും നടക്കാറുള്ളത്. ഓക്കെ, സോ കരിയർ ഗ്രോത്തിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു പോസ്റ്റാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് നമ്മുടെ സാലറിയാണ്.
സോ റെയിൽവേയുടെ മറ്റ് ജോലികൾക്കൊക്കെ ഉള്ളതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇത്രയും കൂടി ഹയർ സാലറിയാണ് ഈ ഒരു പ്രൊഫൈലിൽ വരുന്നത്. സോ 8.16 LPA ആണ്, അതായത് ഒരു വർഷം ലാക്സ് പെർ ആനം ആണ് ഇത്രയും കോസ്റ്റ് കമ്പനി അല്ലെങ്കിൽ CTC എന്ന് പറയുന്നത്. 8 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങൾക്ക് ഒരു വർഷത്തെ സാലറി വരുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം എത്രയായിരിക്കും ഏകദേശം നിങ്ങളുടെ കയ്യിൽ ഇൻഹാൻസ് സാലറി ആയിട്ട് കിട്ടുന്നത് എന്ന്. അപ്പോൾ ഇതിനകത്ത് പേ സ്കെയിൽ വരുന്നത് 20,000 to 66,000 ആണ്. സോ അപ്പോൾ ഇങ്ങനെ ഒരു റേഞ്ച് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സിറ്റി ലൊക്കേഷൻ അനുസരിച്ച് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സാലറി വേരി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിൽ വലിയ മെട്രോ സിറ്റീസിലുണ്ട്, അതേസമയം റൂറൽ ഏരിയാസിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന സിറ്റി ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബേസിക് പേയിൽ വലിയ വ്യത്യാസം വരില്ല. പക്ഷേ നിങ്ങളുടെ ഡിയർനെസ് അലോവൻസിലും അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ അലോവൻസിലും ഹൗസ് റെൻറ്റ് അലോവൻസിലും ഒക്കെ ഒത്തിരി വ്യത്യാസം വരും. ഓക്കെ, ഇനി റെയിൽവേയുടെ കീഴിൽ തന്നെ വരുന്ന പല ജോലികൾക്കും ലൊക്കേഷൻ അനുസരിച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ്, അതായത് എക്സ്ട്രാ അലവൻസുകളും കൂടി വരാറുണ്ട്. ഓക്കെ, DNS അലവൻസിന് വ്യത്യാസം വരില്ല. ബേസിക് പേ ആൻഡ് DNS അലവൻസസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മറ്റുള്ള അനേകം എക്സ്ട്രാ അലവൻസുകളും ബെനിഫിറ്റ്സുകളും കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ 20,000 to 66,000 ആണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ സാലറി പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതൊരു ഡിഗ്രി ബേസ്ഡ് ജോലി ആയതുകൊണ്ട് തന്നെ 40,000 അബവ് നിങ്ങളുടെ ഇൻഹാൻസ് സാലറി ആയിട്ട് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ്. സോ റെയിൽവേയിൽ ജോലിയുള്ള ആരോടെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി റെയിൽവേയിൽ കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ബേസിക് പേയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസ് കിട്ടും. അപ്പോൾ ഈ ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അലവൻസ് ആണ്. സോ ബേസിക്കലി അത് ഓരോ വർഷവും 2 തവണ റിവൈസ് ആയിക്കൊണ്ടിരിക്കും. സോ ഇയർലി ഒരു 3% ഒക്കെ വെച്ചിട്ടാണ് അത് കൂടാറുള്ളത്. അപ്പോൾ കറൻ്റ്ലി DNS അലവൻസ് എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനും 58% ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ സാലറി ബേസിക് പേ എന്ന് പറയുന്നത് ഈ ഒരു ജോലിക്ക് വരുന്നത് ഇപ്പോൾ ഒരു 24,000 rupees ആണ് എന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ് 24,000 rupees ആണ് നിങ്ങളുടെ ബേസിക് പേ എന്ന് നിങ്ങൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസ് 58% എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 13,000 മുകളുടെ 13,000 rupees അടുത്ത്. സോ അപ്രോക്സിമേറ്റ്ലി 14,000, നമുക്ക് 13,000 തന്നെ എടുക്കാം. 13,000 rupees നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഡിയർനെസ് അലവൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 24,000ഉം ഈ 30,000ഉം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര റുപ്പീസ് ആണ്? ഏകദേശം 37,000ൻ്റെ അടുത്ത് അപ്പം തന്നെ നിങ്ങളുടെ സാലറി വന്നിട്ടുണ്ട്. ജസ്റ്റ് ബേസിക് പേയും ഡിയർനെസ് അലവൻസും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും. ഇനി ഇന്ത്യൻ റെയിൽവേ ആണ്, അതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട കാര്യമല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ക്വാർട്ടേഴ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കോമഡേഷൻ എവിടെയാണോ അതിനനുസരിച്ചിട്ടുള്ള ഹൗസ് റെൻറ്റ് അലവൻസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചിലപ്പം ഡയറക്റ്റ്ലി നിങ്ങളുടെ ആ റെൻ്റൽ എഗ്രിമെൻറ്റ് ഓണറിലേക്ക് പേ ചെയ്യുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു ഹൗസ് റെൻറ്റ് അലവൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൽ വരുന്നത് നിങ്ങളുടെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു 2 BHK അപ്പാർട്ട്മെൻറ്റ് അതിനുള്ള അലവൻസ് ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ നിങ്ങളുടെ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ച് 4 BHK അപ്പാർട്ട്മെൻറ്റ് വരെ റെൻ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഒരു അലവൻസ് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് മെഡിക്കൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ CGHS, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീമിൻ്റെ പാർട്ടാണ്. സോ അപ്പോൾ മേജറായിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി അതല്ല നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഈ ഒരു സ്കീമിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ തുക, അതായത് എത്രയാണോ ആവുന്നത് അത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊക്കെയുള്ള ബിൽസ് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനെല്ലാം തന്നെ വരുന്ന ഫീച്ചേഴ്സാണ്. സോ അത് ഈ ഒരു പോസ്റ്റിലും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും. ഇനി നെക്സ്റ്റ് ലീവ് ബെനിഫിറ്റ്സ് നിങ്ങൾക്കറിയാം അല്ലേ? റെയിൽവേയിലൊക്കെ ഇഷ്ടംപോലെ ലീവുകൾ കിട്ടും. അതിൽ തന്നെ ഇപ്പോൾ ലേഡീസിന് പ്രത്യേകിച്ച് ചൈൽഡ് കെയർ ലീവ് എന്ന് പറയുന്ന ഒരു CCL എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ലീവ് ഉണ്ട്. അപ്പോൾ അപ് ടു 2 years ഈ ഒരു ലീവ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ കുട്ടിക്ക് ഒരു 18 years ആവുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും എടുക്കാം, പാർട്സ് ആയിട്ട് എടുത്താലും മതി. അപ്പം അത്രയും ലീവ് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ബാക്കി പെൻഷനും പ്രോവിഡൻറ്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാം. സോ സെൻട്രൽ ഗവൺമെൻറ് ആവുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സാലറിയുടെ കൂടെ ഇതുപോലെ ഒരുപാട്
അഡീഷണൽ ബെനിഫിറ്റ്സും ഇതിൽ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. സാധാരണ റെയിൽവേയുടെ എക്സാംസിലൊക്കെ 3 സെലക്ഷൻ പ്രോസസ്സ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റ് ഗ്രൂപ്പ് ഡിയിലൂടെ നടക്കാറുണ്ട്, NTPCയിലൂടെ നടക്കാറുണ്ട്. അപ്പോൾ ഒരുവിധം നമ്മൾ കാണുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ റെയിൽവേയുടെ NTPC എക്സാമിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ NTPC എക്സാമിൽ തന്നെ നമുക്ക് 12th ലെവൽ വരുന്ന പോസ്റ്റുകളുമുണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ വരുന്ന പോസ്റ്റുകളുമുണ്ട്. അപ്പോൾ ഈ 12th ലെവലും ഗ്രാജുവേറ്റ് ലെവലും വരുന്ന പോസ്റ്റുകളിൽ നമുക്ക് ആദ്യം ഒരു CBT 1 ഉണ്ടാകും, അതിനുശേഷം ഒരു CBT 2 ഉണ്ടാകും, പിന്നെ പോസ്റ്റിനനുസരിച്ച് ഒന്നെങ്കിൽ ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ 3rd റൗണ്ട് ഉണ്ടാകും. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ഇവിടെയില്ല. ഒരൊറ്റ റിട്ടൺ ടെസ്റ്റ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഡയറക്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. പിന്നെ അവിടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജ് പോലും വരുന്നില്ല. ഓക്കെ, പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇത്തരത്തിലുള്ള എക്സാംസിനൊക്കെ റെയിൽവേയിൽ വരുന്ന സമയം എന്ന് പറയുന്നത്, ഇപ്പോൾ NTPCയിലൊക്കെ എക്സാം എടുത്താൽ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. സോ അവിടേക്കൊക്കെ മാക്സിമം നിങ്ങൾക്ക് 1.5 മണിക്കൂറാണ് സമയം ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ഒരു എക്സാമിന് 125 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് 2.5 മണിക്കൂർ എക്സാമിൻ്റെ സമയം കിട്ടും, അതും നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ. ഓക്കെ, അപ്പോൾ ഒരൊറ്റ റിട്ടൺ ടെസ്റ്റ് മാത്രമാണ് ഉണ്ടാവുള്ളൂ, ഇൻ്റർവ്യൂ വരുന്നില്ല, വേറെ എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ എക്സാമിനൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ പുറകെ നിങ്ങൾ നടക്കേണ്ട വേറെ ഒരു കാര്യവുമില്ല. ഓക്കെ, മേ ബി നിങ്ങളിപ്പോൾ മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ പോലും ജസ്റ്റ് ഈ ഒരു എക്സാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ബിക്കോസ് ഇതിൽ നിങ്ങൾക്കൊന്നും നഷ്ടം വരാനില്ല, ഒരുപാട് സമയമൊന്നും ഇതെടുക്കാൻ പോകുന്നില്ല. എക്സാം ഉടനെ ഉണ്ടാകും, നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ ആക്റ്റീവാണ്, ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവാണ്. സോ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 125 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ് വെയിറ്റേജ്. സോ 125 ക്വസ്റ്റ്യൻസിൽ നിന്നും 125 മാർക്സ് ആണ് വരുന്നത്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2.5 hours ആണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡായി ഈസി ആയിട്ട് എഴുതി തീർത്ത് വരാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഇത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അതായത് നോ നെഗറ്റീവ് മാർക്കിംഗ്, 0 നെഗറ്റീവ് മാർക്കിംഗ് വരുന്ന ഒരു എക്സാമാണ്. സോ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും ഒരു ടെൻഷനും ഇല്ലാണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മാർക്ക് പോവോ അല്ലെങ്കിൽ അത് നോർമലൈസേഷൻ കഴിഞ്ഞിട്ട് മാർക്കിനെ ബാധിക്കുമോ എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ അനുസരിച്ച് കോൺഫിഡൻസോടുകൂടെ ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ നല്ല സ്കോർ എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഈ ഒരു എക്സാമിനേഷൻ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇനി എക്സാമിൻ്റെ ഒരു കട്ട് ഓഫും ഒക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നോർമലി ഈ ഒരു എക്സാമിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കട്ട് ഓഫ് സ്കോർ അത്യാവശ്യം ഹൈ ആയിരിക്കും. അത് ഞാൻ നേരത്തെ പറയാം. സാധാരണ റെയിൽവേ എക്സാംസിന് എല്ലാത്തിനും, റെയിൽവേയുടെ അല്ല ഏത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും ഇവിടെ സാധാരണ ഒരു നെഗറ്റീവ് മാർക്കിംഗ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അത്ര ഉയർന്നു പോകാറില്ല. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് വരാത്ത എക്സാംസിനൊക്കെ കട്ട് ഓഫ് ഇത്തിരി ഹൈ ആയിട്ട് നിൽക്കും. അപ്പോൾ 50% മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ 50% മാർക്കാണ് നിങ്ങളുടെ ക്വാളിഫയിങ് മാർക്സ് എന്ന് പറയുന്നത്. സോ ഔട്ട് ഓഫ് 120 മാർക്സ് 62.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ അടുത്ത ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സോ അപ്പോൾ ഇത് ജനറൽ കാറ്റഗറിയുടെ, അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയുടെയും എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന കാറ്റഗറീസിൻ്റെയും മാർക്സ് ആണ്. അതേസമയം നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ച്, അതായത് SCയോ STയോ OBCയോ അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 48% മാർക്സ് മതിയാകും. അതായത് നിങ്ങൾക്ക് അവിടെ 56.25 മാർക്സ് മതിയായിരിക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇതിൻ്റെ അർത്ഥം 50% കിട്ടിയ എല്ലാവർക്കും ജോലി കിട്ടും എന്നല്ല, അത് ഞാൻ ആദ്യം പറയട്ടെ. 50%ൻ്റെ മുകളിലേക്ക് ഉള്ളവരെയാണ് ഈ ജോലിക്ക് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ എക്സാം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് എക്സാമിൽ എന്തൊക്കെയുണ്ട് എന്ന് ജസ്റ്റ് നോക്കാം. അല്ല, ബിഫോർ ദാറ്റ് നമുക്ക് എക്സാമിൻ്റെ സെൻറ്റർ കൂടി നോക്കാനുണ്ട്. സോ റിക്രൂട്ട്മെൻറ്റ് ത്രൂ ഔട്ട് ഇന്ത്യയാണ്. സോ അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഇന്ത്യ എക്സാമിൻ്റെ സെൻറ്റേഴ്സും വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ സെൻറ്റർ വരുന്നത് ട്രിവാൻഡ്രത്താണ്. ഓക്കെ, അപ്പോൾ ട്രിവാൻഡ്രത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുക. നിങ്ങൾ ഓൺലൈനായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ സെൻറ്റർ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനി അടുത്തതായിട്ട് നമ്മുടെ സിലബസ് ഓവർവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ 125 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് റെയിൽവേ എക്സാംസിൽ സാധാരണ ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് മാത്രം ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. സോ ഒരു റെയിൽവേ എക്സാമിലും പൊതുവേ ഇംഗ്ലീഷ് വരാറില്ല. പക്ഷേ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ആയതുകൊണ്ടും ഹ്യൂമൻ റിസോഴ്സസിലെ ഒരു റോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് ഈ ഒരു എക്സാമിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സാധാരണ ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ MBA കഴിഞ്ഞ ആൾക്കാരാണ് അല്ലേ, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് വരാറുള്ളത്. എന്നാൽ ഇവിടെ ഡിഗ്രി ലെവലിൽ തന്നെ ഉള്ളവർക്ക് ഈ എക്സാമിലൂടെ ഈ റോളിലേക്ക് എത്താൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇംഗ്ലീഷ് ഒരു പാർട്ടായിട്ട് വരുന്നത്. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് കമ്പൈൻഡ് ആയിട്ട് 45 ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ സജഷൻ, നിങ്ങൾക്ക് ഏജ് എലിജിബിലിറ്റി ഉണ്ട്, എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ വേറെ എക്സാമിനൊക്കെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഇതിനെ ഒരു കൈ നോക്കണം, നിങ്ങൾ ഇത് വിട്ട് കളയരുത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, സോ 125 ക്വസ്റ്റ്യൻസ് ആണ്, 125 മാർക്സ് ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലാത്തതാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സിലബസിൻ്റെ ഒരു ചെറിയ ഓവർവ്യൂ ആണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വരുന്ന അതേ സിലബസ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇവിടെയും വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് അത് കൂടെ ഞാൻ ജസ്റ്റ് ഇവിടേക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ റെയിൽവേ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷ് വരാറില്ല. പക്ഷേ SSCയുടെയോ ബാങ്കിങ്ങിൻ്റെയോ ഒക്കെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് അവിടെ വരാറുണ്ട്. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെയാണ് ക്ലോസ് ടെസ്റ്റ് ഉണ്ട്, എറർ ഡിറ്റക്ഷൻ ഉണ്ട്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്, പാരാജമ്പിൾസ് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളാണ് ഇംഗ്ലീഷിൽ നിന്നും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ മാത്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ നിന്നും വരുന്നത്. അതിൽ നമ്പർ സീരീസ് വരുന്നുണ്ട്, സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, SINCA, പ്രോബബിലിറ്റി. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ പ്രോബബിലിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മറ്റ് എക്സാംസിൽ വരാറില്ല. അപ്പോൾ ഇതൊരു മീൻസ് അതിൽ നിന്ന് ഒന്നുപോലും വരില്ല എന്നല്ല അതിൻ്റെ മീനിങ്. സോ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റിയിൽ നിന്നും മറ്റുള്ള എക്സാംസിൽ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ സിലബസിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് റീസണിംഗ് ആണ്. സോ റീസണിങ്ങിൽ നിന്നും ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. അതായത് പസിൽസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, സിലോജിസം, കോഡിംഗ് ഡീകോഡിംഗ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ബ്ലഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഡിറക്ഷൻ സെൻസ്. അപ്പോൾ ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ റീസണിങ്ങിൽ നിന്നും വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസും ഡിഗ്രി ലെവലിൽ തന്നെ ആയിരിക്കും, ഒത്തിരി ലോ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അതായത് ഇപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിലൊക്കെ ഉള്ള പോലെ ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, അത്യാവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ജനറൽ അവയർനെസ് എപ്പോഴും എല്ലാ ജനറൽ അവയർനെസ്സിലും വരുന്നത് പോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, സ്റ്റാറ്റിക് GK, ബേസിക് ഇക്കോണമി, ഗവൺമെൻറ് സ്കീംസ്, ഇത് ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. ക്ലിയർ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം വരിക എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ സിസ്റ്റം ചോദിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലത്തെ തന്നെ, അതായത് റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതുപോലത്തെ തന്നെ ഫോട്ടോസിൻ്റെ ഹാർഡ് കോപ്പീസും ഒക്കെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുവേണ്ടതായിട്ട് വരും. ഇനി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് തീർച്ചയായിട്ടും വേണം. അതായത് ഡിഗ്രി എലിജിബിലിറ്റി ഉള്ള എക്സാം ആണ്. സോ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. പിന്നെ താഴേക്ക് വരുന്ന മാർക്ക് ഷീറ്റുകൾ വേണ്ടി വരും. നിങ്ങളുടെ ID പ്രൂഫ് ഏതാണോ ആപ്ലിക്കേഷൻ്റെ സമയത്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. പിന്നെ നിങ്ങൾ റിസർവേഷൻ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾ കൊണ്ടുവേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ എക്സ്പീരിയൻസ് ഒട്ടും റിക്വയർമെൻറ്റ് ഇല്ലാത്ത ഒരു ജോലി ഓപ്പർച്യൂണിറ്റിയാണിത്. പക്ഷേ ചില കേസിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഈ റൈറ്റ്സ്, ഈ ഒരു ഓർഗനൈസേഷന് തന്നെ സ്റ്റാഫ് ആയിട്ടുള്ളവർക്ക് ഇവിടെ റിലാക്സേഷൻസ് 5 years കിട്ടുന്നത് കാരണം അതുകൊണ്ട് തന്നെ അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ കൊണ്ടുവേണ്ടതായിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 rupees ആണ് ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും വരുന്നത്. സോ അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്ക് വരുന്നത് 100 rupees ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ റെയിൽവേയുടെ എല്ലാ എക്സാംസിലും സാധാരണ ഫീസ് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഫണ്ടബിൾ ആണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അല്ല, ആ ഒരു ട്രാൻസാക്ഷണൽ ചാർജ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഫീസ് റീഫണ്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം? സോ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ഈ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
ഫീ പേയ്മെൻറ്റും ഒക്കെ ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. സോ റൈറ്റ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.rites.com എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് പോർട്ടലിൽ നിങ്ങൾ പോയിട്ട് അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുക, ഫോട്ടോസും അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫീ പേയ്മെൻറ്റും കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് തന്നെ ഗൂഗിൾ പേ ഒക്കെ അവൈലബിൾ ആയിരിക്കും, അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റിൻ്റെ കാര്യം മറക്കണ്ട, 27th April 2026 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഓർത്തിരിക്കാനുള്ളത്? സോ എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ടാത്ത ഒരു എക്സാമിനേഷനാണ്. ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എക്സ്പീരിയൻസ് വേണ്ട, പിന്നെ ഇൻ്റർവ്യൂ പോലെയുള്ള എക്സ്ട്രാ പ്രോസസ്സുകളൊന്നും തന്നെ വരുന്നില്ല, നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. ഒരൊറ്റ റിട്ടൺ ടെസ്റ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഗവൺമെൻറ്റിൽ നല്ല ഒരു സർവീസ് വേണം, അതായത് ഒരുപാട് റിസ്ക് ഒന്നുമില്ലാത്ത, ഷിഫ്റ്റ് ഡ്യൂട്ടികളൊന്നും ഇല്ലാത്ത, ഒത്തിരി സ്ട്രെസ്സോ വർക്ക് ലോഡോ ഒന്നും ഇല്ലാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജോലി വേണം, അതും സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണിത്. അധികം ഹെഡേക്സ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സെലക്ഷനിലൂടെ ഈ പോസ്റ്റിലേക്ക് ഡയറക്റ്റ്ലി എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 15 വേക്കൻസീസ് ആണ് വരുന്നത്. എലിജിബിലിറ്റി വളരെ സിമ്പിളായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സാണ് വരുന്നത്. നല്ല സാലറിയും വരുന്നുണ്ട്. സോ ഏപ്രിൽ 27 മുമ്പാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സസും ഒക്കെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റീനെ പറ്റിയോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, കോഴ്സസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാനും, കോഴ്സസൊക്കെ നമ്മൾ പല സമയത്തും ഡിസ്കൗണ്ട്സിലാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള ഡിസ്കൗണ്ട് ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ വീണ്ടും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ നമ്മളെ കണക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ചാനൽ ഫോളോ ചെയ്യുക, എങ്കിൽ മാത്രമാണ് ഇതുപോലെ വരുന്ന വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പം 27th April കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചാനൽ ഫോളോ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ കറക്റ്റ് സമയത്ത് തന്നെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ വീണ്ടും ചാനൽ ഫോളോ ചെയ്യുക. ഇത് നിങ്ങളെ പോലെയുള്ള പ്രിപ്പയർ ചെയ്യുന്ന ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.